ശരിയായ പദമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അനുഗ്രഹീതം. അനുഗ്രഹീതം എന്ന് ശരിയായ രീതിയിൽ ഇങ്ങനെയാണ് എഴുതുക. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം നങ്ങ്യാറ്. നമ്പ്യാർ സ്ത്രീലിംഗം നങ്ങ്യാറ്. ഇതുപോലെ തെറ്റിപ്പോകുന്ന ഒന്നാണ് ചാക്യാർ സ്ത്രീലിംഗം ഇല്ലോടമ്മ. ചാക്യാർ സ്ത്രീലിംഗം ഇല്ലോടമ്മ. പിരിച്ചെഴുതുക അന്തസത്ത. അന്തസത്ത പിരിച്ചെഴുതിയാൽ അന്ത പ്ലസ് സത്ത. അന്തസത്ത പിരിച്ചെഴുതിയാൽ അന്ത പ്ലസ് സത്ത. ഇനി വിപരീത പദമാണ് ചോദിച്ചത്. പുരോഗതി വിപരീത പദം പശ്ചാത്ഗതി. പുരോഗതി വിപരീത പദം പശ്ചാത്ഗതി. ഒരു ശൈലിയാണ് ചോദിച്ചത്. കാടും പടലും തല്ലുക. അതിൻ്റെ അർത്ഥം അപ്രസക്തമായത് പ്രതിപാദിക്കുക. കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം അപ്രസക്തമായത് പ്രതിപാദിക്കുക. ഇതും അതുപോലെ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. ചേർത്തെഴുതുക. വിദ്യുത് പ്ലസ് ശക്തി. വിദ്യുത് ശക്തി. വിദ്യുത് പ്ലസ് ശക്തി ചേർത്തെഴുതിയാൽ വിദ്യുത് ശക്തി. ഈ വിദ്യുത് ശക്തി എന്നുള്ളത് ശരിയായ പദത്തിലും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഇതിൻ്റെ ശരിയായ വിവർത്തനമാണ് ചോദിച്ചത്. ദ ബ്ലഡ് ഓഫ് ദ റെവല്യൂഷണറീസ് കോസ്ഡ് ത്രൂ ദ സ്ട്രീറ്റ്സ്. അതിൻ്റെ ശരിയായ വിവർത്തനമാണ് വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. ദ ബ്ലഡ് ഓഫ് ദ റെവല്യൂഷണറീസ് കോസ്ഡ് ത്രൂ ദ സ്ട്രീറ്റ്സ്. വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. ഇനി ഒരു അർത്ഥമാണ് ചോദിച്ചത്. പുല്ല് അർത്ഥം തൃണം. പുല്ലിൻ്റെ അർത്ഥം തൃണം. പര്യായ പദങ്ങൾ കാക്ക. കാക്കയുടെ പര്യായ പദങ്ങളാണ് ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലിബുക്ക്. കാക്കയുടെ പര്യായ പദങ്ങളാണ് ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലിബുക്ക്.